നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു. 48 ടീമുകളിലുള്ളത് 32 ടീമുകളായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞു. അപ്പം റൗണ്ട് ഓഫ് 32 നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ മത്സരങ്ങളും നമ്മളൊന്ന് എടുത്തു നോക്കുന്നു. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകൾ ഏതൊക്കെയായിരിക്കും, എളുപ്പം ആർക്കാണ്, സ്ട്രിക്ട്ലി റൗണ്ട് ഓഫ് 32 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടൊരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മോടൊപ്പം കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടി കളി നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് 32 എത്തുമ്പോൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം എന്ന് സാറ് പറയുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണ്? റൗണ്ട് ഓഫ് 32 വരുമ്പോൾ ചില സർപ്രൈസ് ഇൻക്ലൂഷൻസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്ക പോലെയുള്ള കബോദെ എന്നൊക്കെ പറയുന്നത് നല്ല ക്ലോസ് ആയിട്ടുള്ള ചില കോണ്ടസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു മത്സരം എനിക്ക് തോന്നിയിട്ടുള്ളത് മൊറോക്കോയും നെതർലാൻഡ്സും തമ്മിലുള്ളൊരു മത്സരം. തീർച്ചയായിട്ടും സൂപ്പർ മാച്ചായിരിക്കും. സൂപ്പർ മാച്ചാണ്. ഒരു നെതർലാൻഡ്സിൻ്റെ ഇതുവരെയുള്ള 3 കളികളുടെ പെർഫോമൻസ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആധികാരികമായിട്ടുള്ള മത്സരങ്ങളാണ് കളിച്ചത്. നല്ല രീതിയിൽ അവസാന 2 മത്സരങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ടോട്ടൽ ഫുട്ബോൾ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കളി. ആദ്യ മത്സരം കണ്ടപ്പോൾ ഹോളണ്ടിന് നെതർലാൻഡ്സിനെ കുറിച്ചൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ബ്രസീലിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഇവോൾവ് ചെയ്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രൈക്കേഴ്സ് ഗോൾ അടിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ നെതർലാൻഡ്സ് നല്ല രീതിയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലരും ചോദിച്ചിരുന്നൊരു ചോദ്യം ഈ കാര്യം തന്നെയാണ്. ഈ സ്ട്രൈക്കേഴ്സിനും വെച്ച് നെതർലാൻഡ്സ് എവിടെ വരെയെന്നാണ്. അതെ അതിന് പരിഹാരം കണ്ടു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ബ്രയൻ ബ്രോബി പോലെയുള്ള പ്ലെയറൊക്കെ എവിടുന്ന് വന്നതും ഗോൾ അടിക്കുന്നു, വന്ന കളികളിലൊക്കെ ഗോൾ അടിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ അവരെ സംബന്ധിച്ചോളം ആ ഒരു ആശങ്ക അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ അകന്നിട്ടുണ്ടെന്നുള്ളതാണ് കരുതുന്നത്. ഗോളടിയുടെ പ്രശ്നമല്ല ഗോളടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മൊറോക്കോ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. നെതർലാൻഡ്സ് മൊറോക്കോ ബ്രസീലിനായിട്ടുള്ള ആദ്യത്തെ കളി തന്നെ കണ്ടതാണ്. പക്ഷേ രണ്ടാമത്തെ 3ാമത്തെ കളിയിലേക്ക് പക്ഷെ എന്നാലും അവിടെ ഉണ്ട്, സ്റ്റിൽ ദെയർ, അവരുടെ ക്വാളിറ്റി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ നോക്കൗട്ടിലേക്ക് വരുമ്പോൾ അതിനെ ഉയർത്താനൊക്കെ കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോർച്ചുഗലിനെ നോക്കൗട്ടിൽ പുറത്താക്കിയത് അവരാണ്. നല്ല ഒന്നാന്തരം ഒരു പെർഫോമൻസ്, ഡിഫൻസ് ഒക്കെ കളിച്ചിട്ട് നല്ല രീതിയിൽ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടി എക്സ്പീരിയൻസ്ഡ് ഇപ്പോഴത്തെ മൊറോക്കൻ ടീം. നല്ല രീതിയിൽ നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ നല്ല ഡിഫൻസ് ഉണ്ട്, നല്ല ടീം പോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഒരു സൂപ്പർ മാച്ച് നമുക്ക് നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സാർ ഏത് മത്സരം പറയും? പിന്നെ ഒന്ന് മത്സരം പറയാവുന്ന ബ്രസീൽ ജപ്പാന് വരുന്നുണ്ട്. വേറെ എടുത്ത് പറയാവുന്നൊരു മത്സരം എന്ന് പറയുന്നത് ബ്രസീൽ ജപ്പാന് ഒരു നല്ല മത്സരമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ജപ്പാന് എന്തുകൊണ്ടാണ് അത് മികച്ചതാക്കുന്നത് വെച്ചെങ്കിൽ ജപ്പാൻ ഒരു ടീമായിട്ട് കളിക്കുന്ന ടീമാണ്. ഒരു ഒത്തൊരുമിച്ച് ഒരു പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഒന്നും ആശ്രയിക്കാതെ ഒരു ടീമായിട്ട് മൊത്തത്തിൽ ഏത് ടീമിനെ അവരുടേതായ ദിവസത്തിൽ അട്ടിമറിക്കാനൊക്കെ കെൽപ്പുള്ള ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീൽ ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 കളി നല്ല ഇവോൾവ് ചെയ്തു. ഒരു പക്ഷെ ഇപ്പോൾ നിലവിലിപ്പോൾ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കിരീട സാധ്യത നമുക്ക് പറയാവുന്ന ടീമായിട്ട് മാറിയിട്ടുണ്ട് ബ്രസീൽ. അപ്പോൾ ജപ്പാന് ആ ഒരു മത്സരം ക്ലോസ് ആക്കുന്നത് ഇതുകൊണ്ട് തന്നെ ബ്രസീൽ ഒന്നുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ജപ്പാൻ എന്ന ടീം ഒരു തീർച്ചയായിട്ടും എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ തോൽവി വഴങ്ങുന്ന ഒരു ടീമല്ല. എങ്ങനെയെങ്കിലും ഏറ്റവും അവസാനം വരെ പൊരുതിയിട്ട് തോൽവിക്കുന്നതാണ്. അത് പെട്ടെന്ന് അങ്ങനെ കൂടുതലായിട്ട് ഗോളുകൾ വഴങ്ങുന്ന അങ്ങനത്തെ രീതിയിലും ചെയ്യുന്ന ടീമൊന്നുമല്ല. ഇനി ഗോൾ വഴങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ടീമാണ് ജപ്പാൻ. സ്വന്തമായിട്ട് വളരെ നല്ലൊരു മത്സരമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നേരിയൊരു എഡ്ജ് തീർച്ചയായിട്ടും ബ്രസീലിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ജപ്പാനിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറെ മാത്രം എടുത്തു പറയാതെ മൊത്തം ജപ്പാൻ ടീമാണ് അവരുടെ സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത്, യൂണിറ്റിയാണ്. അത് ഇന്നലെ റയാൻ്റെ പത്രസമ്മേളനത്തിൽ ഇത് ഒരു വിവാദമാക്കിയതാണ് എല്ലാവരും കൂടി. റയാനോട് ചോദിച്ചു, ജപ്പാനിലെ മികച്ച കളിക്കാരൻ്റെ പേര് അറിയോ? റയാൻ പറഞ്ഞു, ഓണസ്റ്റ്ലി എനിക്കറിയില്ല. അതാണ്. പക്ഷേ ജപ്പാൻ നല്ല ടീമാണെന്ന് അറിയാമെന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ കാര്യം. ഒരാളെടുത്ത് പറയുന്നതിന് പകരം ജപ്പാൻ മികച്ച ടീമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല പോരാട്ടമായിരിക്കും വിചാരിക്കും. അതുപോലെ തന്നെ മെക്സിക്കോ ഇക്വഡോർ നല്ലൊരു മത്സരമായിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്നാമത് മെക്സിക്കോ ആതിഥേയരാണ്. അവർ 3 മത്സരങ്ങളും വളരെ ആധികാരികമായിട്ട് നല്ല ഫുട്ബോൾ കളിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കോൺഫിഡൻസിൽ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ടീമായിട്ടൊക്കെ വളരെ സെറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ നമുക്ക് ടീമാണ്. മറുപുറത്ത് ഇക്വഡോറിനെ ഞാൻ അവിടെ ഈ മത്സരം എന്ന് പറയുന്നത് വളരെ നല്ല മത്സരം പറയാനുള്ള കാരണം എക്വഡോർ വന്ന രീതിയാണ്.
നോക്കൗട്ടിലേക്ക്. തുടക്കത്തിൽ ഇക്വഡോർ നമ്മൾ വളരെ നല്ല രീതിയിൽ എന്താ പറയുക, നല്ലൊരു ഹൈപ്പ് കിട്ടി, നമ്മളൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ നല്ലൊരു ടീം, ഡാർക്ക് ഹോഴ്സ് ആകുമെന്ന് പ്രതീക്ഷപ്പെടുന്ന ടീം തന്നെയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ഒന്നിൽ സമനില കുരുങ്ങി, അതേപോലെ ഒന്ന് തോൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പുറത്തേക്കെന്ന് വിചാരിച്ചിരുന്ന അവിടെ റെസിലിയൻസ് ആണ്. ആ റെസിലിയൻസ് ആണ് ആക്ച്വലി എന്താ പറയുക, അവര് കഴിഞ്ഞ മത്സരം തോൽപ്പിച്ചത്, നമ്മുടെ ആരായിട്ടും തോൽപ്പിച്ചിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇക്വഡോർ ജർമ്മനിയെ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ അപ്സെറ്റുകളിൽ ഒന്നാണ് അല്ലേ. അപ്പോൾ ജർമ്മനിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സമീപനം, അവരെ കളി, അപ്പോൾ അവര് ആക്ച്വലി എന്താ പറയുക, ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്ന പ്ലേയേഴ്സ് എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു കൊടുമുടിയിലാണ് ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ കളിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് ഫൈറ്റ് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടും ലാറ്റിൻ അമേരിക്കൻ ആ ഒരു എന്താ പറയുക, മെക്സിക്കോയിൽ പറയുകയാണെന്നെങ്കിൽ രണ്ടും ആ വിസിറ്റിയിലുള്ളവരാണ്, ആ ഏരിയയിലുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു മത്സരം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് കരുതുന്നത്. ഇതിലിപ്പോൾ ലോട്ടറി അടിച്ചത് അർജന്റീന കാണാം, ഒന്നുകിൽ ഉറുഗ്വേ അല്ലെങ്കിൽ സ്പെയിൻ വരുന്നതിന് പകരം കേപ്പ് വെർദെയാണ് റൗണ്ട് ഓഫ് 32. എന്ത് പറയുന്നു? അങ്ങനെ ലോട്ടറി അടിക്കുക എന്ന് പറയാൻ പറ്റൂല, എന്താ പറയുക, കാരണം കേപ്പ് വെർദെ അങ്ങനെ ഒരു ചെറിയ മീനല്ല കേപ്പ് വെർദെ. കാരണം ആഫ്കോണിലൊക്കെ നന്നായിട്ട് കളിച്ചു, കാരണം സ്പെയിനിനെ പിടിച്ചു നിർത്തി, സമനില പിടിച്ചു നിർത്തി, 3 മത്സരങ്ങൾ തോൽക്കാതാണ് ഇവർ വന്നിട്ടുള്ളത്. ജയിച്ച് ഗോൾ അടിച്ചിട്ട് കുറേ ഗോൾ അടിച്ച് ജയിക്കാൻ അറിയില്ലെങ്കിലും എങ്ങനെ ഗോൾ അടിപ്പിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് നല്ലോണം അറിയാം. അപ്പൊ നോക്കൗട്ട് സ്റ്റേജിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് പലപ്പോഴും ഷൂട്ട് ഔട്ടുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം. നോക്കൗട്ട് സ്റ്റേജുകളിലേക്ക് ഷൂട്ട് ഔട്ട് എന്ന് പറയുന്നത് വെറും ഒരു ഭാഗ്യപരീക്ഷണമാണ്. അത് ഒരു പക്ഷേ നമ്മുടെ ഫുട്ബോൾ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ പല ചെറിയ ടീമുകളിലൊക്കെ ഈ രീതിയിലൊക്കെ കടന്നു കയറിയിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, പ്രവചനാതീതമാണ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ. ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്ത് തന്നെ നല്ല പ്രൈമിൽ നിൽക്കുന്ന മെസ്സി പ്രൈമിൽ നിൽക്കുന്ന ടൈമിലൊക്കെ പലപ്പോഴും ഗോൾ അടിക്കാൻ പറ്റാതെ ഇങ്ങനെയുള്ള ഉഴറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാന നിമിഷമൊക്കെ കഴിഞ്ഞ മുമ്പത്തെ വേൾഡ് കപ്പിലൊക്കെ അവസാന നിമിഷം ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപക്ഷെ എന്ന് പറയുന്നത്, എന്താ പറയുക, നോക്കൗട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആരെയും അങ്ങനെ എഴുതിത്തള്ളാനൊന്നും പറ്റൂല എന്നുള്ളതാണ്. ഇപ്പൊ കേപ്പ് വെർദെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മീനല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആ മാച്ച് സാർ പറയുമ്പോൾ നെതർലൻഡ്സിനെതിരെയുള്ള കളി, നെതർലൻഡ്സ് അവസാനം ബോളുകൾ തിരിച്ചടിച്ചിട്ട് അത് എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി അർജന്റീനക്കെതിരെ. അത് പിന്നെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ, വേൾഡ് കപ്പിന്റെ ഫൈനൽ പോലും അങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തും സംഭവിക്കാം. അത് കേപ്പ് വെർദെ പക്ഷേ താരതമ്യേന എളുപ്പം ഈ ഒരു ഫിക്സറിൽ അർജന്റീനക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഓരോ കളികളൊന്നും എടുത്ത് നോക്കിയിട്ട് ഒരു റിസൾട്ട് ഒന്നും ഇങ്ങനെ പറഞ്ഞു പോകാം എന്നുള്ള രൂപത്തിൽ നോക്കാം. ആദ്യ കളി ഇന്ന് തന്നെയാണ്, ഗ്യാപ്പൊന്നുമില്ല, ഇന്ന് തന്നെയാണ് കളി. രാത്രി 12:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ മത്സരം. എന്ത് പറയുന്നു? അത് പെർഫോമൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാനഡ ജയിക്കും എന്നുള്ള, സൗത്ത് ആഫ്രിക്കയുടെ ഒന്നാമത് സർപ്രൈസ് ഇൻക്ലൂഷനാണ് ഇപ്പോൾ ഇതിലുള്ള റൗണ്ട് ഓഫ് 32. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാനഡ ഒരു 3 ഗോളിന് ജയിക്കുന്ന ഞാൻ കരുതുന്നത്. എൻ്റെ പ്രഡിക്ഷൻ അതാണ്. തീർച്ചയായിട്ടും അവർക്ക് മികച്ച താരങ്ങളുള്ളവരൊക്കെ ഉണ്ട്. ഇത് മാത്രം ഗ്രൂപ്പ് സ്റ്റേജിൽ 6 ഗോളൊക്കെ അടിച്ച് വിജയിച്ചിട്ടുണ്ട് അവര്. ഗോൾ അടിക്കാനൊക്കെ കഴിയും അവർക്ക്. അപ്പോൾ അവർ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും. അപ്പോൾ ഇന്നത്തെ മത്സരം സൗത്ത് ആഫ്രിക്ക എങ്ങനെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ എല്ലാവരും കാത്തു നിൽക്കുന്ന മത്സരം നാളത്തെ കളിയാണ്. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം നാളെ രാത്രി 10:30. ഒരു സ്കോർ ലൈൻ അടക്കം പറയണേ, കാരണം ഇപ്പോൾ സാറിൻ്റെ സ്കോർ ലൈൻ കാത്ത് കുറേ സുഹൃത്തുക്കളുണ്ട്, കമൻറ്റുകളൊക്കെ ഉണ്ട്. ഷാബ് സാർ പറയുന്ന പോലെ റിസൾട്ടുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ചെറിയ ആളല്ല. ബ്രസീല് സത്യം പറഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ ബ്രസീൽ ഇപ്പോൾ 2002 ശേഷം പിന്നെ ബ്രസീലിന് ഒരു കിരീടം നേടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 70 ശേഷം 94 24 വർഷമാണ്. ഇപ്പോഴും അതേപോലെ 24 ഒരു ബ്രസീലിന്റെ ടൈം ആയോ എന്ന് ചെറിയൊരു സംശയം തോന്നുന്ന പോലെയൊക്കെയുള്ള. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ഇൻറ്റ്യൂഷനൊക്കെ ചിലപ്പോഴേ. അപ്പോൾ ബ്രസീൽ നല്ല രീതിയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല ടീമായിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആഞ്ചലോട്ടി കീഴിൽ. അപ്പോൾ ബ്രസീൽ ജയിക്കണം എന്നാണ് ഒരു ആഗ്രഹമുള്ളത്. ജപ്പാനെ ഒരിക്കലും താഴ്ത്തി പറയുന്നതല്ല, ജപ്പാൻ നല്ല ടീമാണ്, നമുക്ക് നമ്മുടെ ഏഷ്യൻ കൺട്രിയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ബ്രസീലിന് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പരിചയസമ്പത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള നോക്കൗട്ട് സ്റ്റേജുകളിലൊക്കെ അത് കടന്നുകൂടാനൊക്കെ ഉള്ള ഒരു കഴിവ് ബ്രസീലിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീൽ ഒരു
2 ഗോളിന് ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2-0 ആവാം, 3-1 ആവാം, അല്ലെ, എന്തോ ആവാം. 2 ഗോൾ മാർജിനിൽ ബ്രസീൽ ജയിക്കുന്ന. ജപ്പാന്റെ സ്വഭാവം വെച്ച് ഒരു ഗോൾ തിരിച്ചടിക്കേണ്ടതാണ്. അപ്പൊ 3-1 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ. ജർമ്മനി വേഴ്സസ് പരാഗ്വേ മത്സരം, ആ കളിയെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പൊ അതില് ജർമ്മനി ആദ്യ കളി കുർസാവോക്കെതിരെ 7 ഗോൾ അടിച്ചെങ്കിലും പിന്നെ ഐവറി കോസ്റ്റിനോട് രക്ഷപ്പെട്ടു പോയതാണ്. ഇക്വഡോറിനെ തോൽക്കുകയും ചെയ്തു. പരാഗ്വേ ഒന്ന് ഗോൾ അടിക്കുന്നതിൽ വളരെ മുമ്പും ലോകകപ്പുകളിലൊക്കെ വളരെ കുറഞ്ഞ ഗോളുകൾ ഉണ്ടാവുള്ളൂ. പരമാവധി സമനിലകള്, ഡ്രോകളായിട്ടൊക്കെ റിസൾട്ടുകളൊക്കെ ആയിട്ട് കടന്നുകൂടി ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുന്നൊക്കെ ടീം ശിലാവട്ടിന്റെ ടൈമിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കളിയിൽ ജർമ്മനി ജയിക്കുന്നാണ് വിചാരിക്കുന്നത്. ഒന്നുകൂടി ഗോൾ അടിക്കാൻ എന്താ പറയുക, മികവുള്ള ടീം ജർമ്മനി എന്നുള്ള രീതിയിൽ ജർമ്മനി ജയിക്കും. സ്കോർ ലൈൻ ഞാൻ കാണുന്നത് അതേപോലെ തന്നെ ഒരു 2 ഗോളില് മാർജിനിലെ ജർമ്മനി ജയിക്കുന്നുള്ള. അപ്പോൾ ജർമ്മനി ജയിക്കുന്നതാണ് സാറ് പറയുന്നത്. അടുത്ത കളിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റൗണ്ട് ഓഫ് 32 കാണണം എന്ന് പറഞ്ഞ കളി. അതായത് നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ. കുറച്ചും അത് ഒരു പക്ഷേ ഒരു ടൈം ബ്രേക്ക് ഷൂട്ടൗട്ടിലേക്ക് നീണ്ടാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. മൊറോക്കോ കാരണം എനിക്ക് തോന്നുന്നു മൊറോക്കോക്കെതിരെ അങ്ങനെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ ചിലപ്പോൾ ഇത്തവണ നോക്കൗട്ടിലേക്ക് വരുമ്പോഴേക്കും അവനെ സംബന്ധിച്ചോളന്നില്ല. അത്രയും ടൈറ്റ് ഡിഫൻസ് ആവാനാണ് സാധ്യത. പക്ഷേ ഹെയ്ത്തി 2 ഗോൾ അടിച്ചു. ഗ്രൂപ്പ് സ്റ്റേജ് ആണ്. ഒരുപക്ഷെ എനിക്ക് നോക്കൗട്ടിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ മൊത്തത്തിലുള്ള ഒരുപാട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. ഒരുപാട് നമ്മൾ ഡിസ്കഷനും അതേപോലെ തന്നെ കളിയിലൊക്കെ എന്തൊക്കെ ചെയ്യണം, നോക്കൗട്ടിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ സെമി ഫൈനലിനെ കുറിച്ചൊക്കെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാകും. പിന്നെ എസ്പെഷ്യലി കാരണം ഗ്രൂപ്പ് സ്റ്റേജ് അല്ലല്ലോ, നമുക്ക് പിന്നെ അവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്നുണ്ടെങ്കിൽ ആ കളിയിലെ തോറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഗോൾ അടിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള പിടിച്ചു നിന്നിട്ട് ഒരുപക്ഷെ ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാൻ വേണ്ടി തന്നെ കളിക്കുന്നത് തോന്നുന്നത്. തീർച്ചയായിട്ടും 2 ടീമും നെതർലൻഡ്സ് അങ്ങനെ കളിക്കുന്ന ടീമാണ്. നെതർലൻഡ്സ് ഒരിക്കലും അങ്ങനെ ഡീപ്പ് ലോ ബ്ലോക്കിലേക്ക് ഒരിക്കലും പോകാത്ത ടീമാണ്. നല്ല ഡിഫൻസ് അവർക്കുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും ഒരു നല്ല ഫുട്ബോൾ കാഴ്ചവെച്ചിട്ട് ജയിക്കുകയാണെങ്കിൽ തോൽക്കുകയാണെങ്കിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ കളിക്കുന്ന ടീമാണ് നെതർലൻഡ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷൂട്ടൗട്ടിലേക്ക് പോയേക്കാം, പക്ഷെ എന്നാലും 1 ഗോൾ മാർജിനിൽ നെതർലൻഡ്സ് ജയിക്കുന്ന പ്രഡിക്ഷൻ കേട്ടോ. അപ്പം മൊറോക്കോയെ നെതർലൻഡ്സ് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്നു പറയുന്നു. ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ പോരാട്ടം. ഐവറി കോസ്റ്റ് എന്തായാലും വിട്ടുകൊടുക്കില്ല. നല്ല മത്സരം തന്നെ ആയിരിക്കും. അവർക്കൊരു ഗോളടി യന്ത്രം ഉണ്ട്, ഹാളണ്ട്. നോർവേയെ സംബന്ധിച്ചിടത്തോളം നല്ല ടീമുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ കൂടുതൽ വലിയ മാർജിനൊന്നും കാണുന്നില്ല. ഒരു നേരിയ മാർജിന് 1 ഗോളിനെങ്കിലും നോർവേ ജയിച്ചു. നോർവേക്കാണ് സാധ്യത സാറ് കാണുന്നത്. എന്ത് സംഭവിക്കും, കാരണം ഐവറി കോസ്റ്റ് ആണ്, അവർ ഫൈറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഷൂട്ടൗട്ടിലേക്ക് പോയേക്കാം, പറയാൻ പറ്റില്ല. ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ മത്സരത്തിൽ ഫ്രാൻസ് വളരെ സുഖമായിട്ട് ജയിക്കും. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു 2 ഗോളിൻ്റെങ്കിലും മാർജിൻ ഉണ്ടാവും, ജയിക്കും. ഗ്യോക്കറസും മറ്റേ അലക്സാണ്ടേഴ്സൊക്കെ ഉണ്ട്. അതേപോലെയുള്ള ഡിഫൻസ് അവർക്കില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവരെ ഡിഫൻസ് പലപ്പോഴും പല കളികളിലൊക്കെ ഡിഫൻസ്, മിഡ്ഫീൽഡ്, അതേപോലെ ഇവരുടെ ഈ ഒരു അറ്റാക്കിംഗ് ലൈന് 3 വേറെ ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഒരു ഒത്തിണക്കില്ലാത്ത രീതിയിൽ കളിക്കുന്നത് പോലെ. പിന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിജയിക്കണം അത്രമാത്രം ഒരു കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് കളിയിൽ അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മുമ്പ് കളിയിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ്, സ്ഥിരത. ശരിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം സ്വീഡന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രാൻസിന്റെ വെടിച്ചില് മുന്നേറ്റ നിരയാണ്. അതാണ് ഡെമ്പലെ കഴിഞ്ഞ കളി ഹാട്രിക്കാണ്. എംബാപ്പെ അടിച്ചിട്ടില്ല. എംബാപ്പെ അതിന്റെ മുമ്പത്തെ കളിയിൽ ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഡിസേൽ ഡു, പിന്നെ റയാൻ ചെർക്കി, എങ്ങനെ നോക്കുകയാണെങ്കിലും സൂപ്പർ നിര അവർക്ക് മുന്നേറ്റത്തിൽ. സാറ് പറഞ്ഞ പോലെ സ്വീഡന്റെ ഡിഫൻസ് അത്ര മികച്ചതല്ലെങ്കിൽ ഗോളുകൾ ഒരുപാട് വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ ഒരു നല്ല പോരാട്ടം. അതെ നമ്മൾ പറഞ്ഞിട്ടില്ല, പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല, നമ്മൾ മെക്സിക്കോ നമ്മൾ വിലയിരുത്തി പ്രധാനപ്പെട്ട കാണേണ്ട കളികൾ അതാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊരു ഷൂട്ടൗട്ടിലൂടെ റിസൾട്ട് വരുന്നൊരു മത്സരമായിരിക്കും തോന്നുന്നത്.
അപ്പോൾ എന്ത് സംഭവിക്കാം. അതെ, അപ്പൊ പിന്നെ ആര് ജയിക്കുന്നു പറഞ്ഞ പോലെ പ്രസക്തി ഇല്ല ഷൂട്ട് ഔട്ട് ആണെങ്കിൽ. അതെ, ഷൂട്ട് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ എന്നാലും ആര് മുന്നോട്ട് കയറും. എനിക്കിപ്പോൾ ഒരു കളി മെക്സിക്കോ നല്ല രീതിയിലാണ് വളരെ ആധികാരികമായിട്ട് 3 മത്സരങ്ങളൊക്കെ ഗ്രൂപ്പിലെ തോന്നുന്നു 9 പോയിന്റ് നേടി വന്നിട്ടുള്ളത്. ഒന്ന് മെക്സിക്കോയും പിന്നെ അർജന്റീന ഉള്ളൂ. അപ്പോൾ മെക്സിക്കോ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. അതുവരെ എന്ത് രീതിയിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എക്വഡോർ ഒന്ന് ജയിച്ച് കയറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എക്വഡോർ കയറുന്നു വിചാരിക്കാം. ഷൂട്ട് ഔട്ടിലൂടെ ആവാം. അത് സ്കോർ ലൈനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ നമ്മളെ പോർച്ചുഗലിനെ അപ്രതീക്ഷിതമായിട്ട് തളച്ചൊരു ടീമാണ് കോങ്കോ. ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോവാണ്. ഹാരി കെയ്ൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗ്യാരി ലിനേക്കറിൻ്റെ റെക്കോർഡൊക്കെ മറികടന്നു വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചതിൻ്റെ കണക്കിൽ. അതല്ല, ഇപ്പോൾ 70 ഗോളുകളായി ഈ സീസണിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ അല്ല, അത് മെസ്സിയാണ്, 69 ആയിരുന്നു. അത് മറികടന്നു കഴിഞ്ഞു ഹാരി കെയ്നൊക്കെ തടയാൻ. ക്രിസ്ത്യാനോ തടഞ്ഞു കോങ്കോ, ഹാരി കെയ്നെ തടയോ? അതാര് ജയിക്കും എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിന്റെ കളികൾ കണ്ടിരുന്നു. ഓക്കെ, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും കളി കണ്ടു. ഇംഗ്ലണ്ട് പനാമയായിട്ട് പോലും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു വിഷയം എനിക്ക് തോന്നിയത് അവര് ബോക്സിന് പുറത്തുനിന്ന് അധികം ഷോട്ടുകൾക്കൊന്നും കൂടുതൽ ശ്രമിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പനാമയുടെ ഒരു രീതി ചെയ്തിട്ടുണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ അവരെ കൂടുതലായിട്ട് ഒന്നുകൂടി ഡിഫൻസിലായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഗോളടിക്കുക, ഉള്ളിൽ ബോക്സിലേക്ക് കയറിയിട്ട് പാസ് കൊടുത്ത് പാസിംഗ് ഗെയിമിലൂടെ മാത്രം ഗോളടിക്കാനാണ് കൂടുതൽ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ DR കോങ്കോ എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ നല്ല ഒരു ഡിഫൻസ് അങ്ങനെ തന്നെ ആയിരിക്കും. അവർ ഇങ്ങനെയെങ്കിലും സമനിലയിലൂടെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഷൂട്ട് ഔട്ടിലേക്ക് എത്തിക്കാനൊക്കെ രീതിയിലായിരിക്കും. പക്ഷെ കൗണ്ടറുകൾ കിട്ടുകയാണെങ്കിൽ മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ഗോൾ അടിച്ചിട്ടൊക്കെ ജയിക്കുക എന്നുള്ള രീതിയിലാവും ഉണ്ടാവുക മിക്കവാറും. അപ്പോൾ എന്നിരുന്നാലും അതിൽ സാധ്യത ഞാൻ കാണുന്ന ഇംഗ്ലണ്ടിന് തന്നെയാണ്. ഹാരി കെയ്നും ബെല്ലിംഗാമും ഒക്കെ നന്നായി കളിച്ചത് അത് തുടരും എന്ന് വിചാരിക്കാം. അപ്പൊ ഇംഗ്ലണ്ട് മുന്നോട്ട് വിചാരിച്ചാല് ബെൽജിയം വേഴ്സസ് സെനഗൽ. സെനഗല് അങ്ങ് വന്നതാണ്, ജയിച്ചതുകൊണ്ട് കയറിയതാണ്. നല്ല ടീമാണ്. ബെൽജിയം നല്ല ഭംഗിയുള്ള ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ നല്ലൊരു മാർജിനിലാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും ബെൽജിയം കയറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കയറുന്നതാണ് ഞാൻ വരുന്നത്. സെനഗലിനെ ഒരു നേരിയ മാർജിനിൽ തോൽപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, സെനഗൽ എന്തായാലും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. റിസൾട്ട് നേരെ തിരിച്ചു ആവാം. USA വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. വളരെ ഈസി ആയിട്ട് USA കയറി പോകും അല്ലേ? അതെ, USA ടീം ഇപ്പോൾ അങ്ങനെയാണ്. നല്ല താരങ്ങളുണ്ട്, റിസൾട്ടും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ബോസ്നിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു അൺപ്രഡിക്റ്റ്, വളരെ ലക്കുള്ള ടീമാണ്, വളരെ ഭാഗ്യമുള്ള ടീമാണ് ബോസ്നിയ. നമ്മളെ ഗ്രൂപ്പ് തലത്തിൽ വേണ്ട ഭയങ്കര മത്സരങ്ങൾ ഒന്നുമില്ലായിരുന്നു ഉണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ വേൾഡ് കപ്പിൽ തന്നെ ക്വാളിഫൈ ചെയ്ത് എങ്ങനെയാണ് ഇറ്റലി പറഞ്ഞു വിട്ടിട്ടാണ്. അപ്പൊ എന്ത് നടക്കാം. അതാണ് സംഭവം. നമ്മൾ പ്രവചനാതീതാണ്. പക്ഷേ നല്ലതാണ്. USA തന്നെയാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ ഇപ്പോൾ അത്ര വലിയൊരു വെല്ലുവിളിയൊക്കെ സ്പെയിൻ ഉണ്ടാക്കും. അർജന്റീനയുടെ ഒന്നപ്പോൾ നല്ല പ്രിപ്പറേഷനോട് കൂടിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. മെസ്സിയെയും സംഘത്തെയും എങ്ങനെയും തടയാവുന്ന രീതിയിലാണ്. സ്റ്റിൽ മെസ്സിയെ തടയാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഓസ്ട്രിയ സ്പെയിനായിട്ട് വരുമ്പോൾ അത് ഒരു പക്ഷേ സ്പെയിൻ തന്നെ കയറും. ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു വിഷയമാണ് അവരെ. എന്നാൽ പോലും ജയിക്കും. പോർച്ചുഗൽ ക്രൊയേഷ്യ വളരെ ടഫായിട്ടുള്ളൊരു ക്ലോസ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റ് ആവാനാണ് സാധ്യത. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഹൈപ്പ് കിട്ടിയ ഈ വേൾഡ് കപ്പിൽ ഒരുപക്ഷെ കിരീട സാധ്യത തന്നെ നമ്മൾ സാധാരണ പോർച്ചുഗൽ വരുമ്പോഴൊന്നും ഇത്രമാത്രം കിരീട സാധ്യത പറയാറില്ല. പക്ഷേ ഈ സ്ക്വാഡ് ഡെപ്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപക്ഷെ ലോകത്തിലെ മേജർ ക്ലബ്ബുകൾ കളിക്കുന്ന വലിയ എലൈറ്റ് പ്ലെയേഴ്സ്, യൂറോപ്യൻ ക്ലബ്ബുകൾ കളിക്കുന്ന അടങ്ങുന്ന എല്ലാ ഏരിയയിലും ഇപ്പോൾ ഗോൾ കീപ്പർ അങ്ങോട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫോമിൽ കളിക്കുന്നവരാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തോടെ കണ്ട പോർച്ചുഗലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയേഴ്സിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു നല്ല ടീമാകാനും മാർട്ടിനസിന് സാധിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഈ വേൾഡ് കപ്പിന് മുമ്പ് ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. പോർച്ചുഗൽ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. മികച്ച ടീമാണ് പോർച്ചുഗലിനുള്ളത്. ടീമിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് റോബർട്ടോ മാർട്ടിനസ് ആണെന്ന്.
യെസ്, അതാണ് പറഞ്ഞത്. നമ്മൾ കൺവെൻഷൻസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൺവെൻഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പോകണം. അവിടെയാണ് നമ്മൾ പുതിയ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത്. അതെ, മറ്റേ നമ്മൾ ഒരു മാറ്റവും ഇല്ലാതെ ഒരേ രീതിയിൽ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായത്, പുതിയ പുതിയ വെല്ലുവിളികൾ നേടിയെടുക്കണം. അപ്പോൾ ക്രിസ്ത്യാനെ ഒരുപക്ഷെ ഒരു മത്സരത്തിൽ നിന്ന് ഫോം ഇല്ല എന്നുണ്ടെങ്കിൽ മൂപ്പരെ കളിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം, അതൊരു റിസ്ക്കാണ്, വെല്ലുവിളിയാണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെങ്കിലും പക്ഷെ അവിടെ ചിലപ്പോൾ ഒരു പുതിയ മാറ്റം അവിടെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നിടത്താണ്. അപ്പോൾ എനിവേ ഇപ്പോൾ ഇന്നത്തെ കൊളംബിയയുടെ മത്സരം കാണുമ്പോൾ നമുക്ക് കാണുന്നത് പോർച്ചുഗലിൻ്റെ മികവിനെ കൂടുതൽ ബലഹീനതകളാണ് കാണുന്നത്. അപ്പോൾ ക്രൊയേഷ്യയിലേക്ക് വരുമ്പോൾ നോക്കൗട്ട് സ്റ്റേജും കൂടിയാണ്. ക്രൊയേഷ്യ അങ്ങനെ ഒരു പക്ഷേ കൂടുതൽ ഇതേപോലെ നോക്കൗട്ട് സ്റ്റേജുകൾ കഴിഞ്ഞ റീസെൻ്റ്ലി ഒക്കെ നല്ല നല്ല മത്സരങ്ങളൊക്കെ 3ാം സ്ഥാനം വരെ എത്തിയുള്ള ടീമാണ്. യെസ്, എളുപ്പമാവണമെന്നില്ല. അപ്പം അതൊരു പ്രവചനം. 2018 റണ്ണേഴ്സപ്പാ, 2022 ഒരു 3ാം സ്ഥാനം, അങ്ങനെയാണ്. യെസ്, 3ാം സ്ഥാനം. യെസ്, അങ്ങനെ 1998 നല്ല പെർഫോമൻസ്, 3ാം സ്ഥാനം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി നല്ല രീതിയിൽ കളിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർക്കും ഒരു കപ്പൊക്കെ കിട്ടാൻ, റിസൾട്ട് ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്വാർട്ടർ ഫൈനൽ തോറ്റ് ക്രിസ്ത്യാനോ കരയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പക്ഷേ അവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒരു ടീമായിട്ട് ഈ നല്ല പ്ലേയേഴ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലേ നല്ലൊരു ടീമായിട്ട് കളിച്ചിട്ട് ആ ഒരു നേട്ടം കൈവരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോർച്ചുഗൽ ജയിച്ച് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രൊയേഷ്യക്ക് ഇതേപോലെ തന്നെ സെമി ഫൈനൽ ബർത്തും സംഭവങ്ങളൊക്കെ റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പോർച്ചുഗൽ ജയിക്കും, പോർച്ചുഗൽ ജയിക്കും, നേരിയ മാർജിൻ ജയിക്കും സാറ് പറയുന്നത്. പക്ഷേ എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു മാച്ചാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ. ഇന്നിപ്പോൾ അൾജീരിയ കളിച്ച കളി എന്തായാലും പുറത്താവൂല എന്നുള്ള വാശിക്ക് കളിച്ച 3-3. 3-3. അതെ അതെ, ഇഞ്ചുറി അല്ലേ, കളി കഴിയാൻ സെക്കൻഡുകൾ നോക്കുന്ന സമയത്തൊക്കെ ഗോള് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തായാലും സ്വിറ്റ്സർലാൻഡ് കയറുന്ന എനിക്ക് തോന്നുന്നു. സ്വിറ്റ്സർലാൻഡാണ് കുറച്ചുകൂടി നല്ല ടീമുള്ളതും. പിന്നെ അൾജീരിയ ഒന്നുകൂടി അൾജീരിയ കളിക്കാൻ അനുവദിക്കുന്നുണ്ട്, എതിർ ടീമുകൾ കളിക്കാൻ അനുവദിക്കുന്നുള്ളതാണ്. അർജന്റീനക്കെതിരെയൊക്കെ അതുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അത് ഒരു പ്രശ്നമാവും ഭാവിയിലുള്ള ഈ ഇത്തരത്തിലുള്ള നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങളിലൊക്കെ. ഓസ്ട്രേലിയ ഈജിപ്ത് മാച്ചിൽ ഇപ്പോൾ മോസലക്ക് പരിക്കുണ്ട്, സലാ ചിലപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചേക്കില്ലെന്നും കേൾക്കുന്നുണ്ട്. അത് ഓസ്ട്രേലിയ ഈജിപ്റ്റ് ടീമൊക്കെ തന്നെയാണ്. 7 തവണ ആഫ്കോൺ ചാമ്പ്യൻസ് ഒക്കെ ആയിട്ടുള്ള ടീമാണ്. വേൾഡ് കപ്പിൽ പക്ഷേ ഇത്തവണയാണ് നോക്കൗട്ടിൽ കളി ജയിക്കുന്നതൊക്കെ തവണയാണ്. പക്ഷെ ഓസ്ട്രേലിയക്ക് ഒന്നുകൂടി ഒരു നോക്കൗട്ടിൽ കളിച്ചൊക്കെ പരിചയമുണ്ട് ടീമുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയ കൂടാനാണ് സാധ്യത. അപ്പോൾ ഓസ്ട്രേലിയ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സല ഇല്ലെങ്കിൽ പിന്നെ ഈജിപ്തിൻ്റെ ഒരു സാധ്യതയും കുറയും ഉറപ്പാണ്. അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ. അർജന്റീന തന്നെ ആയിരിക്കും, പക്ഷേ സ്കോർ ലൈൻ എങ്ങനെ പറയുന്നു? കേപ്പ് വെർദെ ഗോൾ അടിക്കൂല എന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാം. ഗോൾ അടിക്കൂല, അടുത്ത അർജന്റീനയായിട്ട് ഗോൾ അടിക്കൂല. അർജന്റീന ഒരു 2 ഗോളിന് ജയിക്കും. കേപ്പ് വെർദെ ടീമിൽ മറ്റൊരു ബോംബ് കൂടി ഇന്നലെ പൊട്ടിയിട്ടുണ്ട്. അതായത് അവരുടെ ക്യാപ്റ്റനെതിരെ ഒരു ബലാത്സംഗ കേസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഫിഫ നല്ല സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കി. ഇനിയിപ്പോൾ അത് ടീമിനെ എങ്ങനെ ബാധിക്കും, ക്യാപ്റ്റൻ കളിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട വിഷയമുണ്ട്. കൊളംബിയ വേഴ്സസ് ഘാന മത്സരം. ഘാന നല്ലൊരു ആഫ്രിക്കൻ ടീമാണ്. പക്ഷെ ഘാനയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു സ്ഥിരത ഇല്ല. ഇപ്പോൾ ഒരു മത്സരം നല്ല പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത മത്സരത്തെ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ കൊളംബിയ ഇപ്പോൾ നിലവിൽ വളരെ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. 3 മത്സരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ അവസാനത്തിലേക്ക് വരുമ്പോൾ ഗോളടിക്കാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോൾ കളിച്ചു വന്നിട്ടുള്ളത് കൊളംബിയ തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് കൊളംബിയ തന്നെ ജയിക്കുന്ന ആളാണ്. അപ്പോൾ കൊളംബിയ വേഴ്സസ് ഘാന മത്സരം കൊളംബിയ ജയിക്കുന്നു കൂടി സാറ് പറഞ്ഞു. അപ്പോൾ എല്ലാ മത്സരങ്ങളുടെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മുതലാണ് ഈ റൗണ്ട് ഓഫ് 32 തുടങ്ങുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പ്രൊഡിക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇതുവരെ സാറ് ഓരോ കളിയും പ്രിഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 85% കളികൾ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിലെന്ത് സംഭവിക്കും നോക്കാം. ഇന്ന് മുതൽ നാളെ നമുക്ക് ബ്രസീലിൻ്റെ പ്രിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.